നിലവിലെ സർക്കാർ ഡോക്ടർമാർക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് അനുവദനീയമല്ല. നോൺ പ്രാക്ടീസ് അലവൻസ് സർക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തി ഇതൊക്കെ വാങ്ങിക്കൊണ്ട് ഇവർ എന്ത് ചെയ്യുന്നു? പ്രാക്ടീസ് നടത്തുന്നു. 400-നടുത്ത് ഡോക്ടർമാർ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. ഇവരൊക്കെ നോൺ പ്രാക്ടീസ് അലവൻസ് വാങ്ങുന്ന ആളുകളാണ്. ഇതിലുള്ള പല ഡോക്ടർമാരും ഈ സർജറിയൊക്കെ വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്തു കൊടുത്ത് പൈസ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിയമവിരുദ്ധമാണ്. നമസ്കാരം. സർക്കാർ ഡോക്ടർമാർക്ക് സർക്കാർ ശമ്പളമുണ്ട്. അതുകൂടാതെ പലർക്കും നോൺ പ്രാക്ടീസ് അലവൻസും ഉണ്ട്. അതായത് സർക്കാർ ശമ്പളം കൈപ്പറ്റിക്കൊണ്ടിരിക്കെ തങ്ങൾ പുറത്ത് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്ന ഉറപ്പിന്മേൽ സർക്കാർ ഇവർക്ക് നൽകുന്ന ഒരു അലവൻസ് ആണ് ഈ നോൺ പ്രാക്ടീസ് അലവൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഒരേ സമയം ഈ നോൺ പ്രാക്ടീസ് അലവൻസ് പോക്കറ്റിലാക്കുകയും അതുപോലെ തന്നെ പുറത്ത് സ്വകാര്യമായി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന നിരവധി ഡോക്ടർമാരുമുണ്ട്. അത്തരത്തിലുള്ള ഡോക്ടർമാർക്ക് കുരുക്ക് വീഴുന്നു എന്നുള്ളതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചില ഡോക്ടർമാർക്കെതിരെ കൊണ്ടാണ് ഇത്തരത്തിൽ നടപടിക്ക് ശുപാർശ വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസമൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മറ്റു ഡോക്ടർമാരുടെ വലിയ സമരം നടന്നിരുന്നു. ആ സമയത്ത് രോഗികൾ വല്ലാതെ വലയുന്നൊരു അവസ്ഥയും ഉണ്ടായിരുന്നു. ഈ സമയത്തുൾപ്പെടെ സ്വകാര്യമായി പ്രാക്ടീസ് നടത്തുകയും മറ്റും ചെയ്ത ഡോക്ടർമാർക്കെതിരായി കൊണ്ടാണ് നടപടികൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം മനുഷ്യാവകാശ പ്രവർത്തകൻ നൗഷാദ് തെക്കേലുണ്ട്. ഇപ്പോൾ സർക്കാരിന്റെ അടുത്ത് തങ്ങൾ സ്വകാര്യമായി പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്ന് പറയുകയും പണം വാങ്ങുകയും അതേസമയം സ്വകാര്യമായി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരായി കൊണ്ടാണ് നടപടികൾ വന്നിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ഒരു വിവരങ്ങൾ? നിലവിലെ സർക്കാർ ഡോക്ടർമാർക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് അനുവദനീയമല്ല. ഒരു തരത്തിലും അവർ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. എന്നിരുന്നാലും അവർക്ക് നോൺ പ്രാക്ടീസ് അലവൻസ് സർക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തി ഇതൊക്കെ വാങ്ങിക്കൊണ്ട് ഇവർ എന്ത് ചെയ്യുന്നു? പ്രാക്ടീസ് നടത്തുന്നു. ഭീമമായ ഫീസ് വാങ്ങിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ചില ആളുകളൊക്കെ പിന്നെ രോഗികളോടുള്ള എന്താ പറയുക, ഒരു കമ്മിറ്റ്മെന്റിന്റെ പേരിൽ ഫീസ് വാങ്ങാതെയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം എതിർക്കുന്നല്ല. ഇപ്പൊ ഇതിൽ നമുക്കറിയാലോ, ഈ മെഡിക്കൽ കോളേജിലൊക്കെ സ്റ്റുഡൻസ് ഉണ്ട്. ഈ സ്റ്റുഡൻസിനൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അവരെ പഠിപ്പിക്കേണ്ട പ്രൊഫസർമാരൊക്കെ വീട്ടിൽ മരുന്ന് ഷോപ്പും മറ്റു സാധനങ്ങളും സാമഗ്രികളും ഒക്കെ വെച്ചിട്ട് അവർ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുമ്പോൾ എത്രത്തോളം നഷ്ടം നമ്മുടെ സർക്കാരിനും സംവിധാനത്തിനും ഉണ്ടാകും എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ എനിക്കറിയാം, നമ്മുടെ ഈ ലിസ്റ്റിൽ 400-നടുത്ത് ഡോക്ടർമാർ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. ഇവരൊക്കെ നോൺ പ്രാക്ടീസ് അലവൻസ് വാങ്ങുന്ന ആളുകളാണ്. അപ്പോൾ ഇവർക്കെതിരെ നടപടി എടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു നിയമ നടപടിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മുമ്പോട്ട് പോകും. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് ഒരു കാര്യം ഞാൻ പറയുന്നത്, ഇതിലുള്ള കുറേ ഡോക്ടർമാർ, ഞാൻ പല ആളുകളോടും അന്വേഷിച്ചപ്പോൾ ഇതിലുള്ള പല ഡോക്ടർമാരും ഈ സർജറിയൊക്കെ വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്തു കൊടുത്ത് പൈസ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിയമവിരുദ്ധമാണ്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തങ്ങൾ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നമ്മുടെ അധികാരികൾക്ക് പരാതി നൽകി ഇതിൽ ഓരോരുത്തരെയും, കാരണം എന്ന് വെച്ചാൽ നമുക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് ഉള്ള തെളിവുകൾ നമ്മളെ കയ്യിലുണ്ട്. നമ്മൾ തന്നെ പോയി കാണിച്ച ഡോക്ടർമാരുണ്ട്. അവര് പിന്നെ നമ്മളോട് പൈസ വാങ്ങിയതിന്റെ രേഖകളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ട് സർക്കാർ തലത്തിൽ പരാതി നൽകും. ഇവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടും. 2 ഡോക്ടർമാർക്കെതിരെ നടപടികൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ഡോക്ടർക്കെതിരെ നടപടി, പിന്നെ അതിന്റെ കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡോക്ടർക്കെതിരെ നടപടി വന്നിട്ടുമുണ്ട്. പക്ഷെ ബാക്കിയുള്ള ഡോക്ടർമാരൊക്കെ, നടപടി എടുക്കേണ്ട ഡോക്ടർമാരൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട്. സ്വാധീനങ്ങൾ കൊണ്ടൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ലിസ്റ്റിലുള്ള ഭൂരിപക്ഷം പേരും പിന്നെ ഇത്തരം നോൺ പ്രാക്ടീസ് അലവൻസ് വാങ്ങിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. ഇവർക്കെതിരെ നിയമ നടപടി എടുക്കാനും ഇവർ വാങ്ങിയ പണം ഉണ്ടല്ലോ, ഇപ്പോൾ ആവറേജ് ഒരു 50,000 രൂപ ഒരു ഡോക്ടർക്ക് നോൺ പ്രാക്ടീസ് അലവൻസ് കിട്ടുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മാസത്തിൽ. അപ്പോൾ അത് വർഷങ്ങളായിട്ട് ഇവരത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ സർക്കാർ ഖജനാവിന് നഷ്ടമാണ്. അത് തിരിച്ചടയ്ക്കാനുള്ള സംവിധാനങ്ങളും ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വലിയ ഒരു സമരം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ രോഗികൾ ഡോക്ടർമാരുടെ സമരം കാരണം വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ്. സമരങ്ങൾ അത്യാവശ്യമാണ്. പക്ഷെ ഇവിടെ ഒരു വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വശത്ത് സർക്കാർ ആശുപത്രികളിൽ ഇത്തരത്തിൽ OP അടക്കം പണി മുടക്കിക്കൊണ്ട് ഡോക്ടർമാർ സമരം ചെയ്യുന്നു. എന്നാൽ ഇതേ ആളുകൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ തങ്ങളുടെ വീടിനോട് ചേർന്നുള്ള ഷെഡുകളിലും മറ്റു ക്ലിനിക്കുകളിലും സ്വകാര്യമായി 100, 500, 1000 രൂപ ഫീസ് മേടിച്ചുകൊണ്ട് കൺസൾട്ടേഷൻ നടത്തുന്നു, അല്ലെങ്കിൽ അവിടെ ചികിത്സ നടത്തുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണെന്നുള്ളതാണ്. അതായത് ഇവരിൽ പലരും ഇത്തരത്തിൽ എന്താ പറയുക, സർക്കാരിൽ നിന്ന് തങ്ങൾ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നില്ല എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് അലവൻസ് കൃത്യമായി മേടിക്കുന്നവരാണ്. എന്താണ് 100 കണക്കിന് ആളുകളുടെ പേരാണ് ഇത്തരത്തിൽ വിവരാവകാശ രേഖ പ്രകാരം
നൽകിയ അപേക്ഷയ്ക്ക് നമുക്ക് മറുപടിയായിട്ട് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരക്കാർക്ക് എതിരായിക്കൊണ്ട് മുഴുവൻ പേർക്കും എതിരായിക്കൊണ്ടുള്ള നടപടികളിലേക്ക് നീങ്ങേണ്ടതുണ്ട്. കാരണം സാധാരണക്കാരന്റെ പണമാണ് സർക്കാരിന്റെ ഖജനാവിലിരിക്കുന്നത്. ഈ തുക കള്ളം പറഞ്ഞുകൊണ്ട് സർക്കാരിൽ നിന്ന് കൈപ്പറ്റുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടുകയും ചെയ്യുക എന്ന് പറഞ്ഞൊരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമല്ല. ഇത്തരക്കാർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. കോഴിക്കോട് നിന്ന് നിൽക്കക്കാടത്ത് മറുനാടൻ മലയാളി.